إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. واعبد ربك حتى يأتيك اليقين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പണ്ടപ്പോഴോ എവിടെയോ വായിച്ച ഒരു കഥ ഓർമ്മ വന്നു. തൻ്റെ 3 മക്കൾക്കൊരു പിതാവ് ഒരിക്കൽ 3 ഭക്ഷണ സാധനങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളാരും കാണാതെ ഇതൊന്ന് കഴിക്കണമെന്ന്. അങ്ങനെ ആദ്യത്തെ കുട്ടി കട്ടിലിനടിയിൽ കയറി ഭക്ഷണം കഴിച്ചു. രണ്ടാമത്തെ കുട്ടി കബോർഡിൻ്റെ ഉള്ളിൽ കയറി ഭക്ഷണം കഴിച്ചു. 3-മത്തെ കുട്ടി മാത്രം കഴിച്ചില്ല. അപ്പോൾ ബാപ്പ ചോദിച്ചു, എന്തേ മോനെ നീ ഭക്ഷണം കഴിക്കാഞ്ഞത്? അപ്പോൾ ആ ചെറിയ കുട്ടി ഉപ്പയോട് മറുപടി പറഞ്ഞു, ബാപ്പ, എങ്ങനെയാണ് ആരും കാണാതെ എനിക്ക് ഈ ഭക്ഷണം കഴിക്കാൻ സാധിക്കുക? ആര് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് ഇത് കാണുകയില്ലേ, അള്ളാഹു ഇത് കാണുകയില്ലേ എന്നാ കുട്ടി ചോദിച്ചു. ആ ചെറിയ കുട്ടിക്കുണ്ടായ ആ ഈമാനാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. ഹൃദയാന്തരങ്ങളിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചതും നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാമെങ്കിൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നാളും വരാനുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ആഴ്ച 29 ദിവസം നോമ്പ് നോറ്റതിൻ്റെ ആഘോഷം, സന്തോഷമെന്നതോളം നമ്മളെല്ലാവരും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമുക്കറിയാം, നോമ്പുകാരന് 2 സന്തോഷമാണുള്ളത്. അതിൽ രണ്ടാമത്തത് റസൂൽ എണ്ണി 14-ാം രാവിലെ ചന്ദ്രനെ നമ്മൾ വീക്ഷിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖം, അള്ളാഹുവിനെ നേരിട്ട് കാണാൻ കഴിയുന്ന സൗഭാഗ്യം നോമ്പുകാരന് ലഭിക്കും. ഒന്നാമത്തത് റസൂൽ പറഞ്ഞത് ഇൻദ ഫിത്രി, നോമ്പ് മുറിക്കുമ്പോൾ 29 നോമ്പ് മുറിച്ചതിൻ്റെ, നോമ്പ് നോറ്റതിൻ്റെ, അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചതിൻ്റെ, ത്യജിച്ചതിൻ്റെ ആഘോഷം, സന്തോഷ പ്രകടനമാണ് ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത്. അതും നമ്മൾ അൽഹംദുലില്ലാ ആഘോഷിച്ചു. അതിനും സാക്ഷിയാകാൻ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്.
നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്, എത്രയോ കാലമായില്ലേ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടു തന്നു. എത്രയോ കാലം, എന്ത് നൽകി എനിക്ക് റമളാൻ, എന്ത് മാറ്റമാണ് ഓരോ റമളാൻ കഴിയുമ്പോഴും പ്രകടമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, സ്വയം ഒന്ന് പരിശോധിക്കേണ്ട, ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണിത്. മഹാനായ ഇമാം അബ്ദുൽ ഉസ്സ റഹിമഹുല്ലാഹ് ഒരു ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, മരണപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തികളെ നിങ്ങൾ ഖബറിൽ അവരെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അവർ കേൾക്കാനൊരവസരം അവർക്കുണ്ടായി എന്ന് വെക്കുക. മരിച്ചവരൊരിക്കലും കേൾക്കില്ല. ഇനി വാദത്തിന് നമ്മൾ അംഗീകരിക്കുക, നമ്മൾ പറഞ്ഞത് അവർ കേൾക്കുമെന്ന്. എന്നിട്ട് നമ്മൾ അവരോട് ചോദിച്ചാൽ, എന്താണ് ദുനിയാവിൽ ഇനി നിങ്ങൾക്കൊരാഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ആഗ്രഹമെന്ന് ചോദിച്ചാൽ അവർ പറയുമെന്നാണ്, ലൗ അദ്റക്നാ റമളാൻ, ഞങ്ങൾക്കൊരു റമളാൻ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ഒരു റമളാനിന് സാക്ഷിയാകാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ഓരോ മരിച്ച വ്യക്തികളും പറയുക എന്ന് മഹാനായ ഇമാം അബ്ദുൽ ഉസ്സ റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇമാം ദഹബി റഹിമഹുല്ലാഹ് റമളാനെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. റമളാൻ രണ്ട് രീതിയിലാണ് നമ്മൾക്ക് അവസരങ്ങൾ നൽകുക, അല്ലെങ്കിൽ ആളുകൾ രണ്ട് രീതിയിലാണ് റമളാനിനെ കാണുന്നത്. ഒരു വിഭാഗം ആളുകൾ എന്താണ്, റമളാനിൽ മാത്രം നന്നാവുന്ന ആളുകളാണ്. റമളാൻ വന്നാൽ പള്ളിയിലേക്ക് വരിക, നോമ്പുറക്കാൻ വരിക, തറാവീന് കൂടുക, ജമാഅത്തിന് വരിക. അങ്ങനെ റമളാൻ കഴിയുന്നതോടുകൂടി ആ ഇറക്കി വെച്ച തഖ്വയുടെ കുപ്പായം അവിടെ തന്നെ ഉപേക്ഷിച്ച് പിന്നെ തൻ്റെ തോന്നിയ ജീവിതത്തിലേക്ക് കടന്നു പോവുക. രണ്ടാമതൊരു കൂട്ടരുണ്ട്, റമളാനോട് കൂടി നന്നാവുന്നവർ. ഒന്ന് റമളാനിൽ നന്നാവുന്നു, രണ്ടാമത്തത് എന്താണ്, റമളാനോട് കൂടി നന്നാവുന്നു. റമളാനോട് കൂടി തൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള മ്ലേച്ഛതകൾ, തെറ്റുകൾ ആ റമളാനിൽ അള്ളാഹുവിന് വേണ്ടി സഹിച്ച് ക്ഷമിച്ച് തഖ്വ പഠിച്ച് അള്ളാഹുവിനോടുള്ള ക്ഷമ മനസ്സിലാക്കി ജീവിതത്തിൽ തഖ്വ പാലിക്കാൻ ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് തീരുമാനമെടുത്ത് മുമ്പോട്ടുള്ള ജീവിതത്തെ ആ രീതിയിൽ ക്രമീകരിക്കുന്നവർ. ഇനി നമ്മൾ ചിന്തിക്കണം, ഞാനിതിലേത് കൂട്ടത്തിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്? റമളാനിൽ നന്നായവരാണോ ഞാൻ, അതോ റമളാനോടുകൂടി പ്രകടമായി എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരിക്കൽ മഹാനായ ഇമാം നവവി റഹിമഹുള്ളാഹിയുടെ അടുത്തേക്ക് ഒരു വ്യക്തി കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കണമെന്ന ആഗ്രഹം ഒത്തിരിയുണ്ട്, പക്ഷേ എനിക്ക് അതിന് സാധിക്കുന്നില്ല. എന്താണ് എപ്പോഴും തഖ്വയിൽ എൻ്റെ ശരീരത്തെ പിടിച്ചു കെട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇമാം നവവി റഹിമഹുള്ളാഹിയോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നീ ഒരൊറ്റ കാര്യം, റസൂലിൻ്റെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം നവവി പറയുന്നത്, നീ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണ് മരണം. നീ നിൻ്റെ മരണത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക, നിൻ്റെ ജീവിതാന്ത്യത്തെക്കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ നീ ഒരു മരണത്തിലേക്ക് നോക്കുക. അതുതന്നെയാണ് ജീവിതം മുഴുവൻ തഖ്വയിൽ നമുക്ക് കെട്ടിയിടാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. സത്യത്തിൽ ഓരോ മരണവും നമ്മോട് സൂചിപ്പിക്കുന്നത് എന്താണ് സുഹൃത്തുക്കളെ, എന്താണ് വിശ്വാസികളെ? ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ഈ ജീവിതത്തിൽ, എപ്പോഴാണോ മരണം സംഭവിക്കുക എന്നറിയാത്ത ഈ ജീവിതത്തിൽ എത്രയാണോ നമുക്ക് നന്മകൾ ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നത് അത്രയും കാലം നന്മയിൽ ജീവിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണല്ലോ ഓരോ മരണവും നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. സത്യത്തിൽ പടച്ച റബ്ബും ഖുർആനിലൂടെ നിരവധി തവണ നമ്മോട് ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. ജീവിതം മുഴുവൻ നന്മയിൽ നയിക്കാൻ നമുക്ക് പ്രചോദകമായ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതാന്ത്യത്തെക്കുറിച്ച്, ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്ന നിമിഷത്തെക്കുറിച്ച് ആലോചിക്കൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ദുനിയാവിലെല്ലാം ലഭിച്ചവനും ദുനിയാവിൽ ഒന്നും ലഭിക്കാത്തവനും അവസാനമായി എനിക്കാകെ ഉണ്ടാകുക 6 അടി മണ്ണു മാത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, എന്ന് തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ഒരു ഈമാനിൻ്റെ ഉണർവ് മറ്റൊന്നിനും നൽകാൻ സാധിക്കുകയില്ല. മാ അബ്ലുഗുൽ ഇളാത്ത് അന്നളറു ഇലൽ അംവാത്ത്, മാ അബ്ലുഗുൽ ഇളാത്ത് അന്നളറു ഇലൽ അംവാത്ത്.
മാ അബ്ലുഗുൽ ഇളാത്ത് അന്നദറു ഇലൽ അംവാത്ത്. എത്ര വലിയ സാരോപദേശമാണ് ഒരു മയ്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, ഇന്നലെ വരെ നമ്മുടെ തൊട്ടടുത്തിരുന്നവർ, നമ്മോട് സംസാരിച്ചിരുന്നവർ, നമ്മളോട് സംവദിച്ചിരുന്നവർ, നമ്മളോട് ഇണങ്ങിയവർ, നമ്മളോട് പിണങ്ങിയവർ, ഇന്നതാ ജീവിതത്തിൻ്റെ ചലനമറ്റ് ചേതനമറ്റ് നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ ശക്തമായ ചില കാര്യങ്ങൾ അവർ സംസാരിക്കുന്നില്ലെങ്കിലും അവർ നമ്മളോട് പറയാതെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ മയ്യത്തിനെ കാണാൻ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും, ഇല്ലേ? ആ മയ്യത്തിൻ്റെ മുഖം കാണുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. ആ മയ്യത്തിന് അനുഗമിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ വരുത്തണമേ, ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു ദിവസം ഞാനും കിടക്കേണ്ടി വരുമെന്ന ചിന്ത നമ്മുടെ ചിന്താധാരകളിൽ വരും. മാറണമെന്ന് നമ്മൾ ഉറയ്ക്കുകയും ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ആ മയ്യത്തവിടെ വെച്ച് ഖബറിൽ മണ്ണിട്ട് തിരിച്ചു പോരുന്നത് വരെ ആ ചിന്ത ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ പഴയ തിന്മകൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് അങ്ങനെ പോവും. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഖുർആനിൽ പറഞ്ഞത്? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. 1-ാം തീയതി മുതൽ എന്നല്ല, റമളാൻ മാസം വന്നിട്ട് എന്നല്ല, അടുത്ത ആഴ്ച മുതൽ എന്നല്ല, അടുത്ത വർഷം മുതൽ എന്നല്ല, നിനക്ക് മരണമെത്തുന്നത് വരെ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചുകൊള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അതാണല്ലോ ഖുർആൻ നമ്മളോട് പറയുന്നത്, ഫഇദാ ഫറഗ്ത ഫൻസബ വഇലാ റബ്ബിക ഫർഗബ്. ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണ്ട, ഉടനെ അടുത്ത നന്മയിലേക്ക് വ്യാപൃതമാവുക. ഈ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ മരണം ഇത്ര വലിയൊരു സംഭവമായി മാറുന്നത്? നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന, നമ്മളെല്ലാവരും ഈ ദുനിയാവിനോട് വിട പറയുന്ന, നമ്മുടെ ജീവൻ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോകുന്ന അവസാന നിമിഷമാണ് മരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മരണം ഇത്ര പ്രാധാന്യകരമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കടലിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരെന്ന് പറയാറുണ്ട്. ഞങ്ങൾ അന്യഗോളങ്ങളെയും ആകാശങ്ങളെയും സൂര്യനെയും ഞങ്ങളുടെ വരുതിയിലാക്കിയിട്ടുണ്ട് എന്ന് മനുഷ്യന്മാർ ഘോരഘോരം അഹങ്കരിക്കാറുണ്ട്. ഞങ്ങളെപ്പോലെ ചലിക്കുന്ന, ഞങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന റോബോട്ടുകളെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മനുഷ്യൻ്റെ വാദങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം സൃഷ്ടിച്ച ശാസ്ത്രജ്ഞന്മാരും ഇതെല്ലാം അഹങ്കാരത്തോടുകൂടി പൊക്കിപ്പറഞ്ഞ് നടന്ന അധികാരികളും രാജാതിരാജന്മാരും എല്ലാം ഈ മരണത്തിന് മുമ്പിൽ മുട്ടുമടങ്ങിക്കൊണ്ട് പഞ്ചമുറ്റ് നിന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം സാക്ഷിയായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ലോക മഹാനെന്ന് വിളിച്ചൊരു വ്യക്തിയായിരുന്നല്ലോ അലക്സാണ്ടർ രാജാവ്. അലക്സാണ്ടർ രാജാവ് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം അവസാനമായി നൽകിയ തൻ്റെ അവസാനത്തെ ആഗ്രഹമായി അദ്ദേഹം പറഞ്ഞത് എന്താണ്? ലോകത്തിൻ്റെ ഒരു ഭാഗം മുതൽ മറ്റേ ഭാഗം വരെ കീഴടക്കി അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു തൻ്റെ പടയാളികളോട്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ 2 കൈകളും നിങ്ങൾ പുറത്തേക്കാക്കി വെക്കണം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണത്? കാരണം ഇത്രയേറെ രാജ്യങ്ങൾ കീഴടക്കി, ഇപ്പോൾ ഞാൻ രോഗബാധിതനായി, എൻ്റെ അമ്മ എന്നെ കാണാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ എത്തുന്നത് വരെ എനിക്ക് ആയുസ് ലഭിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആ അമ്മ എത്തുന്നത് വരെ അതുപോലും ലഭിക്കാതെയാണ് അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്ന് ലോകമറിയട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്ക്. അതാണ് മരണം. അത്തരത്തിൽ ആർക്കും നിർവചിക്കാൻ കഴിയാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായൊരു വിധിയാണ്, മനുഷ്യരാശിയുടെ ഒരു ഒടുക്കമാണ് മരണം എന്ന് പറയുന്നത്. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. അതേ സത്യവുമായി മരണം നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുനിയാവിൽ നിന്ന് നാം വേർപെട്ടു പോവുകയാണെന്ന സത്യം നമുക്ക് മനസ്സിലായാൽ അതാ നമ്മളിനി ദുനിയാവിലില്ല.
ഇത്രയും നാൾ സഹായം നീട്ടിയ കൈകൾ ഇനി നമുക്കുണ്ടാവുകയില്ല. ഇനി അങ്ങോട്ട് നഫ്സി നഫ്സി, ഞാൻ ഒറ്റക്കാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം എന്ന് പറയുന്നത്. ഒരു വേർപാടാണ് സുഹൃത്തുക്കളെ മരണം എന്ന് പറയുന്നത്, ഒരു വേർപാടാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ വേർപാട്, ഫിറാഖ് എന്ന് തന്നെയാണല്ലോ ഖുർആൻ മരണത്തെ പ്രയോഗിച്ചിരിക്കുന്നത്. കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്. അതേ, ദുനിയാവ് അകലുമ്പോൾ, പരലോകമടുത്ത് വരുമ്പോൾ അവന് മനസ്സിലാകും ഫിറാഖാണ് സംഭവിക്കുന്നത്, അവൻ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോവുകയാണ് എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഈ ദുനിയാവിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയാണോ? വേർപെട്ട് പോവുക എന്നുള്ളത് ചെറിയൊരു സംഗതി അല്ലല്ലോ. നമ്മൾ ഇത്രയും കാലം ജീവിച്ച ദുനിയാവല്ലേ, നമ്മൾ ഇത്രയും കാലം എത്രയോ ആളുകൾക്കിടയിൽ എത്രയോ ബന്ധങ്ങളുണ്ടാക്കി, സ്വത്തുക്കളുണ്ടാക്കി നമ്മൾ ജീവിച്ച ഈ ദുനിയാവിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ട് വേർപെട്ട് പോവുക. 60 വർഷം ജീവിച്ചവനും 70 വർഷം ജീവിച്ചവനും 30 വർഷം ജീവിച്ചവനും മരിക്കാൻ എത്ര സമയം മതി? 1-2 മിനിറ്റ് മതി. ആ മിനിറ്റാണ് നമ്മുടെ മരണം. അതൊരു ചെറിയ സംഭവമല്ലല്ലോ സുഹൃത്തുക്കളെ. മനുഷ്യരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേർപെടാൻ ആഗ്രഹിക്കാത്ത ആളാണ് നമ്മൾ. നമ്മുടെ ഒരു കാറ് ഒരുപാട് ഉപയോഗിക്കാതാനാവുമ്പോഴാണ് നമ്മളത് വിൽക്കുക. എന്നാലും നമ്മുടെ കണ്ണുകളടക്കൊക്കെ പരതും ആ കാറിന് വേണ്ടിയിട്ട്. അതവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അതിനെന്ത് സംഭവിച്ചു? ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യൻ ഒന്നും തന്നിൽ നിന്ന് വേർപെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതും നമ്മുടേതാണെന്ന് നമ്മൾ കരുതിയത് മുഴുവൻ ഇവിടെ നിന്ന് വിട്ടേച്ച് പോകണ്ട ആ ഒരു നിമിഷത്തെക്കുറിച്ച്, ആ ഒരു വൃത്താന്തത്തെക്കുറിച്ച്, ആ ഒരു സമയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഭാര്യ, നമ്മുടേതാണെന്ന് കരുതിയ നമ്മുടെ ഇണ നമ്മുടേതല്ലാതാകുന്ന നിമിഷം. നമ്മളെ ഖബറിലേക്ക് ഇറക്കിയാൽ ഭർത്താവിന് വേറെ കല്യാണം കഴിക്കാം, ഭാര്യയ്ക്ക് ഇദ്ദയുടെ കാലമൊന്ന് കഴിഞ്ഞാൽ മതി. നമ്മൾ വിയർപ്പൊലിച്ചുണ്ടാക്കി എന്ന് പറയുന്ന സ്വത്തിന്, ബാപ്പാ ഇനി നിങ്ങളുടെ സ്വത്തിന് അവകാശമില്ല, നിങ്ങൾക്ക്, ഞങ്ങളാണിനി അതിൻ്റെ അവകാശികളെന്ന് മക്കൾ പറയാതെ പറയുന്ന നിമിഷമാണല്ലോ നമ്മുടെ മരണമെന്ന് പറയുന്നത്. സത്യത്തിൽ അതാണല്ലോ അനന്തരാവകാശമെന്നൊക്കെ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം മുഅ്മിനീങ്ങളെ, അതാണ് മരണമെന്ന് പറയുന്നത്. അത്തരത്തിൽ ആർക്കും തന്നെ ഒളിച്ചോടാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ്, മനുഷ്യരാശിക്ക് അള്ളാഹു വെച്ച ഹദ്ദാണ് നമ്മുടെയൊക്കെ മരണമെന്ന് പറയുന്നത്. മൽമാലു വൽ വഹ്ലൂന ഇല്ലാ വദായഹു, നിന്റെ ധനവും നിന്റെ പണവും അള്ളാഹു നൽകിയ സൂക്ഷിപ്പ് സ്വത്തുക്കൾ മാത്രമാകുന്നു. തീർച്ചയായും ഈ സൂക്ഷിപ്പ് സ്വത്തുക്കളെല്ലാം തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ഒരു ദിവസം നിന്നിലേക്ക് വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ നമ്മളോട് പറഞ്ഞു, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങൾ ദുനിയാവിൽ സമ്പാദിച്ചതെല്ലാം വിട്ടേച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളെ ഓരോരുത്തരായി ഒറ്റക്കായി ആഖിറത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിമിഷമുണ്ട്. അള്ളാഹുവിൻ്റെ വിളി വന്നെത്തിയാൽ വതറക്തും മാ ഖവ്വൽനാ വറാഅ ളുഹൂരിക്കും, നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം പിറകിൽ ഇട്ടേച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നഗ്നരായി ഓടിയെത്തുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും വരാനുണ്ട് മുഅ്മിനീങ്ങളെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ ഫൗസൻ അളീമ. നമ്മൾ ഒരുപാട് കേട്ട ആയത്താണ്. എല്ലാ ദേഹവും മരണം ആസ്വദിക്കും. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവരാണ് യഥാർത്ഥ വിജയികളെന്ന് പറഞ്ഞിട്ട് ഇനിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കേണ്ടതാണ്. ദുനിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റെന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. ചെറുപ്പത്തിൽ വിചാരിച്ചു കളിയാണ് വലുത്, അങ്ങനെ കുറേ കളിച്ച് ചെറുപ്രായം മുഴുവൻ കളഞ്ഞു.
കൗമാരത്തിൽ വിചാരിച്ചു പ്രണയമാണ്, ജീവിതം ആസ്വദിക്കലാണ് വലുത് എന്ന് വിചാരിച്ച് ആസ്വദിച്ചും പ്രേമിച്ചും ഹറാമുകൾ ചെയ്തും കുറേ അങ്ങനെയും കളഞ്ഞു. മധ്യവയസ്കനായപ്പോൾ വിചാരിച്ചു പണവും മക്കളുമാണ് വലുത് എന്ന്. അങ്ങനെ പണത്തിൻ്റെ വഴിയേക്കും മക്കളെ വലുതാക്കാനും കുറേ ഓടി. അവസാനം ഇതൊന്നുമല്ല, ഇതെല്ലാം യഥാർത്ഥത്തിൽ വഞ്ചനയുടെ ചരക്കുകളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു നിമിഷം വരാനുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ചിന്തകൾ നമ്മളൊക്കെ എപ്പോഴും ഉണ്ടാവണം. ആ ചിന്തകളിലൂടെ മാത്രമാണ് നമ്മൾ കടന്നു പോവേണ്ടത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈമാൻ നൽകുന്നത്. അതുകൊണ്ട് വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്, നമ്മൾ എന്ത് നന്മ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഒരുക്കി വെച്ചോളൂ ഏറ്റവും നല്ല യാത്രാ വിഭവം അതേതാണ്? തഖ്വയുടെ യാത്രാ വിഭവമാണ്. ഒരു യാത്രക്ക് പുറപ്പെടുമ്പോൾ വണ്ടിയിൽ എണ്ണുണ്ട്, പണമുണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. അതുപോലെ ഒരുങ്ങി നിന്നോളൂ തഖ്വയുടെ യാത്രാ വിഭവമായിട്ട്. ഖബറെന്ന അന്ത്യമില്ലാത്ത ബർസഖിൻ്റെ ലോകത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പക്ഷേ സുഹൃത്തുക്കളെ, മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് രണ്ട് കൂട്ടം ആളുകളെക്കുറിച്ച് ഞാൻ എവിടെ കുത്തുബ പറഞ്ഞാലും ഇത് പറയുന്നൊരു സംഗതിയാണ്. രണ്ട് കൂട്ടം ആളുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. സൂഉൽ ഖാത്തിമ എന്ന് പറയുന്ന രണ്ട് വിഭാഗം, ഏറ്റവും മോശം പര്യവസാനം, ഏറ്റവും മോശം മരണം ലഭിക്കുന്ന രണ്ട് കൂട്ടം ആളുകൾ. ആരൊക്കെയാണത്? ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ദഈഫായിട്ടാണ്, ദുർബലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മനസ്സാണ് പലപ്പോഴും മനുഷ്യനുള്ളത്. അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരണം എന്നോണം ഇസ്തിഗ്ഫാർ നമുക്ക് നൽകി. ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ ഒരു ഹറാം അവൻ്റെ ജീവിതത്തിൽ കയറി, സ്വാഭാവികമാണ്, മനുഷ്യനാണ്, കയറി എന്നുള്ളതല്ല പ്രശ്നം. അതിൽ നിന്ന് മാറാൻ, ആ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒട്ടേറെ അവസരങ്ങൾ അവൻ്റെ മുന്നിൽ ലഭിച്ചിട്ടും, വഅളുകൾ ലഭിച്ചു, ഖുർആൻ ക്ലാസ്സുകൾ ലഭിച്ചു, യൂട്യൂബിൽ ഷോർട്സുകൾ ലഭിച്ചു, സ്റ്റാറ്റസ് കണ്ടു, എല്ലാം കണ്ടു. അങ്ങനെ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ എല്ലാ അവസരവും അല്ലാഹു കൊടുത്തിട്ടും ആ ഹറാമിൽ നിന്ന് മാറാതെ ആ ഹറാമിലായി മരണപ്പെട്ടു പോയ ആളുകൾ സുബ്ഹാനല്ലാഹ് എത്ര ആളുകളുണ്ട്. ഇന്ന് മാറാം, നാളെ മാറാം, മറ്റന്നാൾ മാറാം, റമളാൻ വന്നിട്ട് മാറാം, ഇനി അടുത്ത റമളാനിനെ നോക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. ആ ഹറാമുകൾ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മരണമെങ്കിൽ അത്രയും വലിയൊരു ഹതഭാഗ്യം നമുക്ക് മറ്റെന്താണുള്ളത്? അതാണ് സൂഉൽ ഖാത്തിമയിൽ ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമാക്കി മാറ്റാൻ കഴിയുന്ന എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തു. യുവാവായിരിക്കുമ്പോൾ കുറച്ച് ആരോഗ്യം കൊടുത്തു, കുറച്ച് ആരോഗ്യമൊക്കെ കൊടുത്തു നോക്കി. ദീനിന് വേണ്ടി ഒരു വിയർപ്പിൻ്റെ തുള്ളിയെങ്കിലും അവൻ ചിലവാക്കുമെന്ന് വിചാരിച്ചു, ഒന്നും ചിലവാക്കില്ല. പ്രായമായപ്പം കുറച്ച് പൈസ കൊടുത്തു നോക്കി, ഒരു രൂപയെങ്കിലും, വേദനിക്കുന്ന ഒരു രൂപയെങ്കിലും അവൻ ചിലവാക്കുമെന്ന് കരുതിയില്ല. ഒരു വിയർപ്പിൻ്റെ തുള്ളിയും ചിലവാക്കാതെ, ഒരു പണവും സ്വതക്ക ചെയ്യാതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ, എണ്ണി എണ്ണി ഭൂതത്താനെപ്പോലെ ഈ പണത്തിന് കാവലിരുന്നു കൊണ്ട് അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകൾ, അവർ വിലപിക്കുന്ന രംഗം നമുക്കെല്ലാവർക്കും അറിയാം. ഫസ്വദ്ദക വാക്കും മിനസ് സ്വാലിഹീൻ, നമുക്കറിയാവുന്ന ആയത്തുകളാണ്. അവരും പറയും, അള്ളാഹുവേ ഞങ്ങളൊന്ന് മടക്കി തന്നിരുന്നു, ഞങ്ങൾ സ്വതക്ക ചെയ്യായിരുന്നു. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു നിമിഷവും അള്ളാഹു കൂട്ടിത്തരുകയില്ല നമ്മുടെ അജലെത്തിക്കഴിഞ്ഞാൽ. ഇത് അള്ളാഹു പറഞ്ഞ കാര്യമാണ്, സത്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് സൂഉൽ ഖാത്തിമ നമുക്കൊരിക്കലും സംഭവിച്ചുകൂടാ. അള്ളാഹു നൽകുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മരണം നമ്മളെ തൊട്ട് മുമ്പിലുണ്ട്. ഓരോ കാലടിയും നമ്മൾ വെക്കുന്നത് ഖബറിലേക്കാണ് എന്ന ഓർമ്മ നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണചിന്തയുള്ള മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്.
വസിയത്ത് ചെയ്യുകയാണ്. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള റമളാനിനെക്കുറിച്ചും റമളാൻ എത്ര വലിയ അനുഗ്രഹമായിരുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ആ റമളാൻ യഥാവിധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും നമ്മളിലേക്കൊക്കെ വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചുമാണ് ആദ്യത്തെ ഖുത്ബയിലൂടെ ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളെക്കുറിച്ച് ചില ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ഇയാളൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. സ്വന്തം ഭർത്താവിനെ പറ്റി ഭാര്യ ആലോചിക്കുകയാണ്, ഇയാളൊന്ന് മരിച്ചിരുന്നെങ്കിൽ. ഭാര്യയെക്കുറിച്ച് ഭർത്താവ് ആലോചിക്കുകയാണ്, ഇവളൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു, ഇവനൊന്ന് എനിക്ക് ഇത്രയും കുഴപ്പമുണ്ടാക്കാതെ അള്ളാഹു ഒന്ന് ഇവനെ വിളിച്ചിരുന്നെങ്കിലും. മക്കൾ മാതാപിതാക്കളെക്കുറിച്ചും ആലോചിക്കുന്നു. സത്യത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്താണ് നമ്മളെക്കുറിച്ച് പറയുക? ഒരു വലിയ സംശയമല്ലേ നമ്മുടെ? ഇന്ന ആൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ മരിച്ചല്ലോ, സമാധാനായി എന്നൊരാളുടെയെങ്കിലും മനസ്സിൽ അകാരണമായി വന്നാൽ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പരാജയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സ്വഹാബികളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ട് മയ്യത്തുകൾ ഇങ്ങനെ കടന്നുപോയി. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുസ്തരീഹ്, രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുസ്തറാഹ് എന്നും പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, എന്താ റസൂലേ മുസ്തരീഹും മുസ്തറാഹും എന്നൊക്കെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യത്തെ മയ്യത്ത് അത് മുഅ്മിനിൻ്റെ മയ്യത്തായിരുന്നു, അത് മുസ്തരീഹാണ്. അവൻ മരണപ്പെട്ടപ്പോൾ അവൻ്റെ കൈച്ചിലായി, അവൻ രക്ഷപ്പെട്ടു. ഏതിൽ നിന്ന്? ദുനിയാവിൻ്റെ മുസീബത്തിൽ നിന്നും, ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും. ഇനി ഡം സാലിമൻ കൽ ഉറൂസ്, ഒരു മണവാളനെ പോലെ അണിഞ്ഞുരങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ അതിലും എത്രയോ സന്തോഷത്തോടു കൂടി അവന് ഖബറിൽ കടന്നുറങ്ങാൻ സാധിക്കും. രണ്ടാമത്തത് മുസ്തറാഹ്, ഒരു ഫാസിക്കോ കാഫിറോ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാതെ ഹറാമുകളിൽ മരണപ്പെട്ടവൻ, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ആര്? അവനിൽ നിന്ന്. ആരൊക്കെ? ജനങ്ങൾ രക്ഷപ്പെട്ടു, നാട് രക്ഷപ്പെട്ടു. റസൂല് പറഞ്ഞു ഹത്തൽ ഹൈത്താൻ, ഏതുവരെ രക്ഷപ്പെട്ടു? മത്സ്യങ്ങൾ വരെ അവൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാനും നിങ്ങളും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്തു പറയും നമ്മളെക്കുറിച്ച്? നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പ് നോൽക്കുന്നുണ്ട്, നമ്മൾ ഫർളുകളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആ ഇബാദത്തുകളുടെ പ്രതിഫലനം നമ്മുടെ സ്വഭാവത്തിൽ കാണുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്താണ് ഗുണം? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. മദീനത്തെ മണൽ തരികൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിഷമം പറയാറുണ്ടായിരുന്നു. അതൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ആരെയും ഉപദ്രവിക്കാതെയെങ്കിലും നമ്മൾ ജീവിക്കുക. ശരിക്കൊരു മുഅ്മിനിൻ്റെ ജീവിതം അങ്ങനെ പോരാ. നമ്മൾ മരിച്ചാൽ ആളുകൾ പറയണം, അദ്ദേഹമുണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കിത് ലഭിച്ചത്. അത് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അങ്ങനെ ആയിരിക്കണം ഒരു മുഅ്മിനിൻ്റെ ജീവിതം. സിഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തൻ ലഹുദാ, ഇവിടെ അങ്ങോട്ട് വെച്ച് നോക്കിയാൽ മിടിപ്പ് കാണാം. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. മരണം അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് സുഹൃത്തുക്കളെ. റമളാൻ നമുക്കെന്തെല്ലാം തന്നു. എത്ര തിരക്കുണ്ടെങ്കിലും സുബഹി കറക്റ്റ് ജമാഅത്തിനെത്താമെന്ന് റമളാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഖുർആൻ ഓതാൻ നമുക്ക് കഴിയുമെന്ന്, നമ്മുടെ ശരീരത്തിനാകുമെന്ന് റമളാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഖിയാമുൽ ലൈലിക്കും തറാവിക്കും എനിക്ക് നിൽക്കാൻ കഴിയുമെന്ന് റമളാൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ഇനി എന്താണ് നമ്മൾ കാരണം പറയുക? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ദുനിയാവിന് വേണ്ടിയല്ല സൃഷ്ടിച്ചത്, ആഖിറത്തിന് വേണ്ടിയാണെന്നുള്ള ആ സത്യം മനസ്സിലാക്കി ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ വരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ,
ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും പാപങ്ങളും നീ പുറത്തു നൽകണേ നാഥ. അല്ലാഹുവേ, സൂഉൽ ഖാത്തിമയിൽ നിന്ന്, മോശം പര്യവസാനത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ നാഥ. ഏറ്റവും നല്ല മരണം, തൗഹീദോടുകൂടിയുള്ള മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് നാഥ. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ നാഥ. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ സമ്പത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചൊരിഞ്ഞു നൽകണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅജിർ വാലിദീനാ മിനൻ നാർ. اللهم انصر إخواننا المسلمين المستضعفين في كل مكان وفي كل أوطان وفي كل بلاد يا رب العالمين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.